ഒരു വീടിന്റെ കറക്റ്റ് സെൻട്രൽ പോയിന്റ് ആണ് അതിന്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. ആ ബ്രഹ്മസ്ഥാനത്ത് പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപൂർവം ചില വീടുകളിലാണ് ഇങ്ങനെ കാണാറുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള വീടുകളുണ്ട്. വീടിന്റെ കറക്റ്റ് സെൻട്രൽ പോയിന്റിലായിട്ട് ഒരു ടോയ്ലറ്റ് പണിയുക. ഒരു കോമൺ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. അത് കോമൺ എന്നോ അറ്റാച്ച്ഡ് എന്നോ ഇല്ല. ബ്രഹ്മസ്ഥാനത്ത് ഒരു ടോയ്ലറ്റ് പണിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കേന്ദ്രമായിട്ടാണ് സെൻട്രൽ പോയിന്റിനെ കണക്കാക്കുന്നത്. അതായത് ഓൾ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ അവിടെ നമ്മളൊരു ടോയ്ലറ്റ് പണിഞ്ഞാൽ കുടുംബാംഗങ്ങൾ തങ്ങളിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹത്തിനും ഈ ഒരു ടോയ്ലറ്റ് കാരണമാകും. ഒരു കാരണവശാലും വീടിൻ്റെ മിഡിലിൽ ഒരു ടോയ്ലറ്റ് പാടില്ല. അങ്ങനെ വന്നു പോയാൽ ഫംഗ്ഷനിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ വരുന്ന സ്ഥലത്ത് 5 പൈപ്പുകളുള്ള അതായത് 5 റോഡിൻ്റെ ഒരു വിൻ ചെയിൻ ആ ബാത്റൂമിനകത്ത് സ്ഥാപിക്കുന്നത് നല്ലതായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. അടുത്തത്, ബ്രഹ്മസ്ഥാനത്ത് സ്റ്റെയർ കേസ് പാടില്ല. ഇപ്പം നമ്മൾ വീടിൻ്റെ സ്റ്റെയർ കേസ് പണിയുമ്പോഴത്തേക്ക് അത് നേരെ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റ് കറക്റ്റ് സെൻട്രൽ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ബ്രഹ്മസ്ഥാനത്ത് ആ ഒരു പടി അല്ലെങ്കിൽ സ്റ്റെയർ കേസ് വരുന്നത് നല്ലതല്ല. ഇനി നമുക്ക് ചില പില്ലറുകൾ വീടിൻ്റെ കറക്റ്റ് സെൻട്രലിൽ കൊണ്ട് നിർത്തിയാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കാരണവശാലും സെൻട്രലിൽ പില്ലറും വരാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബ്രഹ്മസ്ഥാനത്ത് നിന്നും ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എനർജി കൂട്ടാനായിട്ട് വീടിൻ്റെ കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ ഒരു പ്രത്യേക ആനുപാതത്തിൽ പിരമിഡുകൾ സ്ഥാപിക്കുന്നത്, പിരമിഡുകൾ മാത്രമല്ല എൻ്റെ കൂടെ മറ്റു ചില സാധനങ്ങളും കൂടെ ഉണ്ട്, അത് ഒരു പ്രത്യേക അനുപാതത്തിൽ ആ ഒരു ബ്രഹ്മസ്ഥാനത്ത് സ്ഥാപിക്കുന്നത് ഒരു ഹൈ എനർജി ആ വീടിന് കിട്ടാനായിട്ട് നല്ല ഒരു ഇതാണ്, ടൂളായിട്ട് ഫംഗ്ഷനിൽ തന്നെ കണക്കാക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കുകൾ നമ്മൾ ഏത് രീതിയിൽ ക്രമീകരിക്കണം എന്നുള്ളതാണ്. അതായത് സൗത്ത് വെസ്റ്റിൽ നമുക്ക് എപ്പോഴും ഒരു ബെഡ്റൂം ആയിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ സൗത്ത് വെസ്റ്റിൽ സ്റ്റെയർ കേസ്, അവിടെ സിറ്റ് ഔട്ട്, കാർ പോർച്ച് എന്നിവ പണിയുന്നുണ്ട്. ഒരു കാരണവശാലും സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ഒഴിവാക്കണം. അത് കിച്ചൺ പറ്റിയ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ദിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥാനം അഗ്നികോണാണ്. അവിടെ ചെയ്യാൻ തീരെ പറ്റാത്തവർക്ക് വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ ചെയ്യാം. അതുപോലെ തന്നെ കിച്ചൺ എവിടെ ചെയ്താലും ആ കിച്ചൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ കിഴക്ക് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ സ്റ്റൗവിനെ ക്രമീകരിക്കാം. അതേ കിച്ചണിൽ തന്നെ അതിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഈസ്റ്റ് നോക്കി നിന്ന് നിങ്ങൾക്ക് സിങ്കും സ്ഥാപിക്കാം. അപ്പം നമ്മളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, വീടിൻ്റെ പുറത്ത് വടക്ക് കിഴക്ക് ഈശാന കോണിൽ കിണറും തെക്ക് കിഴക്ക് അഗ്നികോണിൽ തീയും കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയൊരു ഫോമായിട്ട് നമുക്ക് കിച്ചൺ എടുത്തുകൊണ്ട് അതിൻ്റെയും അഗ്നികോണിൽ സ്റ്റൗവും കൊടുക്കാം, ഈശാന കോണിൽ വെള്ളവും വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് വടക്ക് പടിഞ്ഞാറ്. വടക്ക് പടിഞ്ഞാറ് ഫംഗ്ഷു പ്രകാരം ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിക്കാണ്. വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥൻ്റെ ദിക്കായിട്ടാണ് ഫംഗ്ഷുകൾ കണക്കാക്കുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ബെഡ്റൂം പണിയാം, അല്ലെങ്കിൽ ഒരു ഡൈനിങ് ഹാൾ പണിയാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ രീതിയിൽ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റായ രീതിയിൽ എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വരികയോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു കിച്ചൺ വരികയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് കോർണറിൽ 6 റോഡുകളുള്ള ഒരു വിൻചെയിം സ്ഥാപിക്കാം. അപ്പം നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള തെറ്റുകൾക്ക് നമുക്ക് ഫംഗ്ഷനിലൂടെ പരിഹാരങ്ങൾ ചെയ്യാനും ആ റിസൾട്ടിനെ തിരിച്ചു കൊണ്ടുവരാനും ഫംഗ്ഷനിലൂടെ സാധിക്കുന്നതാണ്. ഫംഗ്ഷനിയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പം ഞാൻ പറഞ്ഞ 6 റോഡ് വിൻചെയിം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് പല സൈസിൽ പല ക്വാളിറ്റിയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതാണ് 6 റോഡ് വിൻചെയിം. ഇത് വീടിൻ്റെ ഔട്ട് സൈഡിൽ നോർത്ത് വെസ്റ്റ് കോർണറിൽ സ്ഥാപിക്കാം. വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാന വാതിലിന് മുകളിൽ വീടിന് പുറത്ത് ഇത്തരത്തിലുള്ള ബാക്കോ മിററുകൾ സ്ഥാപിക്കാം. ഈ ബാക്കോ മിറർ സ്ഥാപിച്ചിട്ട് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായി ഓരോ ഫ്യൂഡോക്സിന്റെ സിമ്പിൾസ് വെക്കുന്നതും നല്ലതാണ്. ഇതിങ്ങനെ സെൻട്രലിൽ ബാക്കോ മിറർ ഇരിക്കും, അപ്പുറം ഇപ്പുറം ഫ്യൂഡോക്സിന്റെ സിമ്പിൾസ് വെക്കും. വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് 3-legged ഫ്രോഗ് അഥവാ മണി ഫ്രോഗിനെ വെക്കാം. മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള മണി ഫ്രോഗുകൾ നമ്മൾ സ്ഥാപിക്കുന്നത്. അടുത്തത് 5 എലമെന്റ് പഗോഡയാണ്. വീട്ടിൽ 5 എന്ന് പറയുന്ന സ്റ്റാർ എല്ലാ വർഷവും കടന്നു പോകും. ഈ വർഷം വന്ന് നിൽക്കുന്നത് സൗത്തിലാണ്. ആ ദിക്കിന്റെ ദോഷത്തിന് പരിഹാരമായി ഇത്തരത്തിലുള്ള 5 എലമെന്റ് പഗോഡ നിങ്ങൾക്ക് ആ ദിക്കിൽ സ്ഥാപിക്കാവുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.